ഇപ്പൊ മക്കള് പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ മകളായി ജനിച്ചത് എന്റെ ഭാഗ്യെന്ന്. പക്ഷെ മീനമ്മയുടെ അമ്മ പറഞ്ഞതുണ്ടല്ലോ, എന്റെ മകളായിട്ട് അവള് ജനിച്ചത് എന്റെ ഏതോ മുൻജന്മ ഭാഗ്യാണ് എന്ന് പറഞ്ഞതല്ലേ? അതെ പറഞ്ഞു. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഫോർ ദിസ്. ആക്ച്വലി ഞാനാണ് വളരെ ഫോർച്ചുനേറ്റ് ചൈൽഡ് എന്ന് പറയണം. ബിക്കോസ് അങ്ങനത്തെ ഒരു അമ്മ വാസ് ലൈക്ക് വാസ് എ ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. അതാണ് പറയണം. സോ ഇതുവരെ ഇങ്ങനത്തെ ഒരു മീന ഈ സ്ഥായിക്ക് വന്നിട്ട് ഒരു ഇത്ര വലിയ ഒരു കരിയർ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മൈ പേരൻസ്, മൈ മദർ ആൻഡ് ഫാദർ. സോ ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ദം, എസ്പെഷ്യലി മദർ. അതെ, ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഈ സോഷ്യൽ മീഡിയാസിലൊന്നും അധികം ആക്റ്റീവായിട്ട് കാണുന്നില്ല. അതെന്തുകൊണ്ടാ? ഇപ്പോഴും പടത്തിൽ അഭിനയിക്കുന്നു, പിന്നെ പോകുന്നു, പിന്നെ എവിടെയും കാണുന്നില്ല ആള്, പിന്നെ അടുത്ത പടത്തിലായിരിക്കും കാണാൻ. അതെന്താ അങ്ങനെ അങ്ങനെ മാറി നിൽക്കുന്നതാണോ ആൾ? യാ, ഐ എം ഓൾവേസ് എ പ്രൈവറ്റ് പേഴ്സൺ. സോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ എല്ലാം ഷെയർ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് ദാറ്റ്സ് നോട്ട് വെരി കംഫർട്ടബിൾ ഫോർ മീ. സോ എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം എന്ന് വിചാരിക്കുമ്പോൾ ഐ ട്രൈ കൈൻഡ് ഓഫ് ഡു സംതിങ് ഇൻ സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ ഐ എം ഓൾവേസ് എ ലിറ്റിൽ സിനിമ ചെയ്യുന്നുണ്ട്, ഷോസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പിക്ചേഴ്സ് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് റിയലി യൂസ് മച്ച് ഓഫ്. ഒരു റീൽ ഞാൻ കണ്ടായിരുന്നു, മോളെ ഇങ്ങനെ ഇരുത്തിയിട്ട് മറ്റേ ബാക്കിൽ ഇങ്ങനെ പോയിരുന്നിട്ട് മറ്റേ സിംഹത്തിന്റെ ഫേവറേറ്റ്. അതെ അതെ, നമ്മളെപ്പോഴും ഇതേ ചിരിയുള്ള മീനമ്മനെയാണ് കണ്ടിട്ടുള്ളത് എപ്പോഴും. പക്ഷെ നമ്മളിങ്ങനെ സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് സഫറിങ് വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ലൈഫിന്റെ പാർട്ടാണ് എന്ന് വിചാരിച്ചത് എങ്ങനെ എപ്പോഴും ഈ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് എപ്പോഴും നടക്കാൻ പറ്റുന്നത്? ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഓൾസോ പീപ്പിൾ അറൌണ്ട് മീ. ഇനി ഞാനൊരു കാര്യം ചോദിക്കാട്ടോ, ഇപ്പത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ട്, കുറെ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറെ മെസ്സേജസ് അൺനോൺ നമ്പേഴ്സ് വരും അങ്ങനെയൊക്കെ. പക്ഷെ മീനമ്മയുടെ ചെറുപ്പത്തില് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പം ഈ പിന്നാലെ പൂവാൽശല്യം ഉണ്ടായിരുന്നു? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് റിമെമ്പർ. അത് വളരെ ഇരുന്നിട്ടുണ്ടാവും, എനിക്കറിഞ്ഞൂടാ. ബിക്കോസ് ഐ എം ഓൾവേസ് വിത്ത് മൈ മദർ. സോ ദേ ഡോണ്ട് ഹാവ് ദറ്റ്, എന്താ പറയാ, ധൈര്യമായിട്ട് വന്ന് പറയുന്നതോ ചെയ്യുന്നതോ അങ്ങനെ ഒന്നുമില്ല. അല്ല, എനിക്ക് കുറെ ലെറ്റേഴ്സ് ഒക്കെ വരും. അപ്പോ ആ സമയത്ത് വളരെ എല്ലാം തെലുങ്ക്, തമിഴ്, മലയാളം അങ്ങനെ കുറെ ലെറ്റേഴ്സ് വരും. ഫാൻസ് ലെറ്റേഴ്സ്, പടങ്ങളൊക്കെ പറയാറ്. അതിനുവേണ്ടി ഒരാളെ ഞാൻ അപ്പോയിന്റ് ചെയ്തു, ഇത് കണ്ടിട്ട് ബദലെഴുതാൻ വേണ്ടി. ബിക്കോസ് ഐ വാസ് ഓൾവേസ് ബിസി, ഐ വാസ് റണ്ണിങ് അറൌണ്ട്. സോ എനിക്ക് ടൈം ഉണ്ടാവില്ല. പക്ഷെ ചുമ്മാ വെറുതെ പറയും ഇവിടുന്ന് ഈ ആൾക്കാർ. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു ഫോട്ടോ കൊടുത്തയക്കോ എനിക്ക്, എന്റെ അഡ്രസ് ഇതാണ്, അങ്ങനെയാണ് കുറെ വരും, കുറെ ലെറ്റേഴ്സ് അങ്ങനെയാണ് വരും. അതില്ലാതെ മീന ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് കൊറേ ലെറ്റേഴ്സ് വരും. കുറെ ഉണ്ട്.